ഇതെന്താ ചേച്ചി പൂക്കളും കൊണ്ടൊക്കെ ഇരിക്കുന്നേ? തുണിക്കകത്തൊരു അത്തപ്പൂ ഇട്ടാലോ? അത്തപ്പൂ പോയി ഓണം കഴിഞ്ഞോ? വാ കാണിച്ചു തരാം, എളുപ്പം ഇടാൻ പറ്റും. അതേ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാ, ഒരു നമ്മുടെ ഈ നാച്ചുറൽ കളേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഡ്രസ്സ് പെയിൻറ് ചെയ്യുന്നത്. അവർ ചെയ്തിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും ഒരു ആഗ്രഹം, എനിക്കും ചെയ്യണമെന്ന്. ഞാൻ അങ്ങനെ ചെയ്യുക. അങ്ങനെ ഞാൻ ഇവിടെയുള്ള പൂവൊക്കെ ഇങ്ങനെ പിച്ചിക്കൊണ്ട് വന്നതാ. ഇനിയിപ്പോൾ ഇതെല്ലാം ഇനി വെച്ച് നോക്കാൻ പറയും ഇതൊക്കെ ഏത് കളറാവുമെന്ന്. മഞ്ഞയും പച്ചയും ചുവപ്പും എല്ലാം എടുത്തിട്ടുണ്ട്. നോക്കാം. അതായത് ഇപ്പം ആ മഞ്ഞയൊന്ന് വെച്ച് നോക്കുമോ, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓ, അതുകൊണ്ടാണോ ഈ എന്താ പറയാ ചുറ്റികയും സെല്ലോ ടേപ്പും കൊണ്ടൊക്കെ ഇരിക്കുന്നേ? അതെ അതെ. എങ്ങനെയാന്ന് പറഞ്ഞു തരട്ടെ? അയ്യോ വേണ്ടായേ, എനിക്ക് കേൾക്കാൻ തീരെ താല്പര്യമില്ല. ചേച്ചി അതങ്ങ് കാണിച്ചു തന്നാൽ മതി. എന്നാ നോക്കിക്കോ, ഇപ്പം കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ പ്രിന്റിങ് കഴിഞ്ഞു. നിക്ക് വരട്ടെ, ഇതിന്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ. സിമ്പിൾ അല്ലേ? ഈ സ്റ്റിക്കർ അങ്ങ് വലിച്ചിറക്കിയാ പോരെ? എന്നാ ഒന്ന് കാണിച്ചേ. നോക്കാം. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എടോ, വിചാരിച്ച പോലൊന്നും ആയില്ല കേട്ടോ. ലോക തോൽവിയാന്ന് തോന്നുന്നു. ആര് പറഞ്ഞു ചേച്ചി? ഇത് എങ്ങ് വന്നേ? ഇത് കണ്ടില്ലേ, ഇതൊരു തെറ്റിപ്പൂവല്ലേ? ഇതിന് കറക്റ്റ് ഷേപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലൊരു ഫാബ്രിക് പെയിന്റ് ചെയ്താലോ? ശരിയാ, നല്ല ഐഡിയ അല്ലേ? അതെ. അതുപോലെ ഇത് കണ്ടോ, നമ്മുടെ ആ കോളാമ്പി ചെടി വെച്ചതാ. അതെ. ഒരു ഓർഗാൻസ മോഡലൊക്കെ വന്നിട്ടുണ്ടല്ലേ. ഇതിന് ലൈറ്റായിട്ട് ഫാബ്രിക് പെയിന്റ് കൊടുത്താൽ സെറ്റ് ആവുമായിരിക്കും. പിന്നെന്താ, സെറ്റ് ആവും. ശരിയാ. അപ്പം നമുക്ക് ഷേപ്പിന് വേണ്ടി മാത്രം ഉപയോഗിക്കാം. കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം അല്ലേ?